ഇത് മൂവ് ചെയ്യണതാ, ഇത് മാറും, ഇതിങ്ങനെ കറങ്ങി തിരിയും. ഞങ്ങള് പോണ വഴിക്ക് ഒരു സ്പോട്ടിൽ നിർത്തുക. ഞങ്ങളുടെ പഴയ ഒരു ഈ അബികേല അങ്ങനെയാ. ആബി വന്നു അബികേല് പട്ടീനെ കിടപ്പ് പട്ടീനെ പിടിക്കാൻ ഓടുകട്ടോ. പട്ടി പൊളിയാ. വലിയ തിരക്കേടില്ല. ട്രെയിലറിന്റെ അകത്ത് വീട് കൊണ്ടുപോകണോ നടന്നിട്ട്. ഹലോ, രാവിലെ ഞങ്ങൾ എണീച്ചു. രാവിലെ എന്ന് പറഞ്ഞാൽ സൗണ്ടൊന്നുമില്ല കേട്ടോ. രാവിലെ 6:45 എണീച്ചു. ഞങ്ങളൊരു 8 മണിയാകുമ്പോൾ ഇറങ്ങാമെന്ന് നടത്താം. ഇവിടുന്ന് നേരെ കേബ്രിട്ടൺ പോകുന്നതാണ് രാവിലെ വിചാരിക്കുന്നത്. അവരും രണ്ടരുണ്ട്. അവർ ഷണ്ണനും നിത്യമുണ്ട്, പിന്നെ അച്ഛനമ്മ ഉണ്ട് അവരൂടെ. അപ്പോൾ അതേ ആബി കിടന്ന് ഉറങ്ങണം. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ്. ഞങ്ങൾ ഇന്നലെ അവരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. തിരിച്ച് റൂമിൽ വന്നപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി. ഇരുട്ടാണ് എപ്പോഴും പുറത്ത്. നേരം 6:30 ആയിട്ടും വെളിച്ചം വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അവിടെ എനിക്ക് കുളിക്കാൻ വേണ്ടി ഫ്രഷ് ആകാൻ വേണ്ടി പോയി. നല്ല അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റായി. പിന്നെ വേറെ കുറച്ച് ഗസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പ്രൈവസിയൊക്കെ മാനിച്ച് ഞങ്ങൾ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. അവരുടെ അയൽവക്കത്തുള്ള ചേട്ടനും ചേച്ചിയും കൊച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഷാനിൻ്റെ അച്ഛനമ്മേനൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ പറ്റുമെങ്കിൽ മാക്സിമം ഞങ്ങൾ അവരെ ഉൾപ്പെടുത്താം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഞങ്ങളപ്പോൾ എണീറ്റ് ഫ്രഷായിട്ട് റെഡിയായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ആബി രാവിലെ തന്നെ ആബിയുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ആര്യ റെഡി ആയിട്ട് ഇത് വന്നേക്കണം. സൂര്യൻ ഉദിച്ച് വന്നുകൊണ്ട് നിൽക്കും. വെട്ടം അധികം വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളൊരു പൂള് കാണിച്ചു കൊടുത്തില്ല. പൂളിന് അങ്ങോട്ട് പോയില്ലല്ലോ. പോയില്ല. രാവിലെ പോകില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നു. ഇപ്പൊ തന്നെ ഷാനില് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അവരിനി വീട്ടിൽ പോയിട്ടൊക്കെ വരാൻ. അവിടെ റെഡി ആയിട്ടിരിക്കുക, പോയി പിക്ക് ചെയ്താൽ മതി. ഷാനിൽ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ടയർ മാറ്റാന്ന് പറഞ്ഞിട്ട് 7 മണിക്ക് അപ്പോയിൻമെന്റ് എടുത്തിട്ടാണ് 7:45 ടയർ മാറ്റാൻ. എന്തോ എന്തോ ഫുഡ് കൊടുക്കാന്ന് ഓർത്തിട്ട് എന്തോ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ റെഡിയായി ഇറങ്ങി കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിച്ച ക്ലെയ്മോർ ആൻറ്റിഗോൺ. അവളിത് പണ്ട് സ്കോട്ട്ലൻഡിന്റെ കാലത്തുണ്ടായ വർഷങ്ങൾക്ക് മുമ്പുള്ള ഹോട്ടൽ. ആബിനെ ഇവിടെ കയറ്റിയിരുത്തി. ആബി ഹായ് പറയൂ. നമുക്കൊന്ന് പയ്യെ ഒരു ചായ കുടിച്ചിട്ട് പയ്യ വിടാലടി. ഇതാണെന്ന് ഇനി ഇവിടെ ആകെ ഇലയുള്ളൊരു മരം. ബാക്കിയെല്ലാം മരത്തിൻ്റെ വില തീരത്ത് കുറച്ച് നമുക്കെല്ലാം ഉണ്ട്. ഞാൻ അകത്ത് പോയിട്ട് കാർഡ് കൊടുത്തിട്ട് ഇതാ ഇവിടുത്തെ കാർഡ് കൊടുത്തിട്ട് ഇല്ല, ഇനി തിരിച്ചു കയറേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രണ്ട് ഡെസ്കിൽ ആരും കാണുന്നില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്നോ? അവിടെ ഇപ്പം ഉണ്ട്. കൊടുത്തിട്ട് വന്നിട്ടോ ഞാൻ ബില്ല്
$171. അതിപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അതെ, ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട്. അതെ, നേരം 8:41 രാവിലെ. ഇവിടുന്ന് അങ്ങടേക്ക് എത്ര? ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു 190 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂറാണ് അടുത്ത്. കേബ്രിട്ടനല്ല, സിഡ്നിക്ക്. ഇവിടെ എന്തോ സമരം നടക്കുന്നുണ്ട് കേട്ടോ. അത് അപ്പുറം ആൾക്കാർ കൊടിയൊക്കെ പിടിച്ച് എന്തോ സമരത്തിൻ്റെത്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. എന്തായാലും ഇന്നലെ നല്ലൊരു ഒരു ദിവസമായിരുന്നു. കുറേ ചിരിച്ചു. അതിന്റെ കട പേടിച്ചും പോയി. അവികേരം ഉറക്കാതെ താഴെ വീണു കട്ടിലേന്ന്. പക്ഷെ ഹൈറ്റ് കുറവായത് കൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഞാൻ പിന്നെ പറഞ്ഞു ഇന്നലെ, പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, പിന്നെ വേറെ അവരുടെ കുറച്ച് പ്രൈവസി നോക്കണമല്ലോ. നമുക്ക് എല്ലായിടത്തും നമ്മള് ക്യാമറ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഞങ്ങള് ഓക്കെ. അപ്പൊ പോകുന്ന വഴിക്ക് ഷെല്ലിന്റെ പമ്പിനോട് ചേർന്നൊരു ടിമ്മുണ്ട്, നമുക്ക് അവിടെ കയറാം. എനിക്ക് പെട്രോൾ അടിക്കാൻ വേണം. ആയിക്കോട്ടെ. അപ്പൊ അതെ, ഇവിടെ എന്തോ ഞാൻ സ്ട്രൈക്കിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അവിടെ ഫ്രണ്ടില്. അതെ, നാട്ടിലെ പോലെ ഷട്ടടച്ച് അല്ലെങ്കിൽ ആൾക്കാരെ മെനക്കെടുത്തി അല്ലെങ്കിൽ റോഡ് ഉപയോഗിച്ചല്ല സ്ട്രൈക്ക് ചെയ്യണം അവിടെ. ഇവിടെ അവര് മഴയാ, അതുകൊണ്ട് കോടയൊക്കെ പിടിച്ച് പാവങ്ങള്. സൈലന്റ് ആയിട്ട് ഒരു പ്ലക്കാർഡ് ഉണ്ട്, ഒരു കൊടിയുണ്ട്, CUPW ഓൺ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഏതെങ്കിലും അസോസിയേഷൻ്റെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ, ജോലിക്കാരാന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിതേ നേരെ ഇവിടെ ഒരു ഷെല്ലിന്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അതിനടുത്ത് തന്നെ ആയിട്ട് ഒരു ടിമ്മുണ്ട്. പെട്രോൾ അടിച്ച് അവിടുന്ന് ഒരു കാപ്പി കുടിച്ചങ്ങ് പോകാൻ വിചാരിച്ചു. ഇതിപ്പോൾ ഞങ്ങളിത് ഇവിടെ ടിമ്മിൽ നിർത്തി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. ഭാഗം മൊത്തം മലയാണ് കേട്ടോ. അത് കോട പോലെ ഇരിക്കുന്നുണ്ടോ അവിടെയൊക്കെ. നമ്മളിപ്പോ പോർട്ടോക്സ്ബറി ആയി. പോർട്ടോക്സ്ബറി ഈ സൈഡ് കണ്ടോ, ഈ റൈറ്റ് സൈഡില് മൈനിങ് നടക്കുന്ന സ്ഥലമാണ്, മറ്റേ ക്വാറി പോലെ. ഇതല്ലേ? അതെ, മണലൊക്കെ കൂട്ടിട്ടുണ്ടോ. ഇത് ഈ ഇവിടുന്ന് ഷിപ്പില് വന്നിട്ടാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ. ഇവിടുന്ന് ഷിപ്പില് നമ്മളിപ്പോ അവിടെ ഇപ്പൊ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഷിപ്പ് എടുക്കണ്ട, അവിടെ അറ്റത്ത് ഷിപ്പല്ല, ബോട്ട്. അല്ല, ഷിപ്പല്ലേ, ബോട്ടല്ലേ ഷിപ്പ്. അത് കിടക്കണത് ബോട്ടാണ്. അതെ, നമ്മള് കേബ്രിട്ടന്റെ അങ്ങോട്ട് കയറാനുള്ള ബ്രിഡ്ജാണ് ഈ കാണുന്നത്, നേരെ കാണുന്നത്. കുറെ നാൾക്ക് ശേഷമാണ് നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോ ഒരു ബാക്ക് ടു ഹോം ഫീലിംഗ് ആണ്. നമ്മള് നിങ്ങളൊക്കെ പഠിച്ചത് ഇവിടെയാണല്ലോ അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം അവിടെ തന്നെ കേട്ടോ, ഇതുവരെ വന്നിട്ടില്ല. സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല അടിപൊളിയാ, ചുറ്റും പുറം മൊത്തം മലയും വെള്ളവും. അതെ, ഈ ബ്രിഡ്ജ് ഇത് മൂവ് ചെയ്യണതാ, ഇത് മാറും, ഇതിങ്ങനെ കറങ്ങി തിരിയും. ഷിപ്പ് വരാൻ നേരത്ത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് ഫുള്ളായിട്ട് അങ്ങനെ നീങ്ങും. ഇത് പാലം രണ്ടാവൂലേ? രണ്ടാവൂല, അത് ഫുള്ളായിട്ട് നീങ്ങും. ആണോ? ഞങ്ങളപ്പോ അതേ ഓടിച്ച് സെന്റ് പീറ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്. ആബിയാണ് ഈ വണ്ടി കിടന്ന് ഫുള്ള് അലമ്പ്. ഒരു 1/2 മണിക്കൂറായിട്ട് ആബി നിർത്താണ്ട് കരഞ്ഞോണ്ടിരിക്കുക. ഞങ്ങൾ അതുകൊണ്ട് വണ്ടി ഒതുക്കിയതേ, ഇവൻ ഷനിലും വണ്ടി ഒതുക്കി പയ്യെ പുറകെ വരുന്നുണ്ടാവും. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾക്ക് ഇനി ഒരു ഏകദേശം ഒരു 80 കിലോമീറ്ററോടെ ഉണ്ട് സിഡ്നിക്ക്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു സ്റ്റോപ്പിൽ നിർത്തുന്നുണ്ട്. ഞങ്ങൾ പണ്ട് അവിടെ മീൻ പിടിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം.
അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറി നമ്മുടെ ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോണ വഴിക്ക് ഒരു സ്പോട്ടിൽ നിർത്തുക. ഞങ്ങളുടെ പഴയ ഒരു ഹാങ്ങിങ് പ്ലേസ് ആയിരുന്നു. അതെ, ഇതാണ് സ്ഥലം. അവരൊക്കെ അവിടെ ഓ വെള്ളാരം കല്ലാണത്. കല്ലാണോ? ഈ അബികേല എങ്ങനെയാ ഈ ഉരുളൻകല്ല് വർക്കിടും. അവള് കല്ല് വർക്ക് വെച്ച് കൊള്ള തണുപ്പുണ്ട്. ആബിക്ക് തണുപ്പൊന്നുമില്ലെന്നാ ആബിനെയും കൊണ്ട് അവരങ്ങോട്ട് പോയി. വരുന്നുണ്ട്. തണുക്കുന്നില്ലേ നിനക്ക്? അവിടെ മൂക്കൊക്കെ. ആബി തണുക്കില്ലേ നിനക്ക്? നിന്റെ ഗ്ലൗസ് ഇടിപ്പിച്ചു കൊടുക്കണം. ഞങ്ങളവിടെ കുറേ നേരം പഴയ കഥകളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ തണുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി കയറി സിഡ്നിയിലേക്ക് വിട്ട്. സിഡ്നി ചെന്ന് ആദ്യം ഞങ്ങൾ പോയത് ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ പഴയ വീട്ടിലേക്ക് കേട്ടോ. അവിടെ പോയ അനിരുദ്ധിനെ വിളിച്ചപ്പോൾ അനിരുദ്ധ അവിടെ ഉണ്ട്. അനിരുദ്ധ് ഞങ്ങളുടെ ഒപ്പം ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്ന അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിത്യയും ആര്യയും പിന്നെ ആശാലിൻ്റെ അച്ഛനമ്മയൊന്നും വീടിൻ്റെ അകമൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവരെയും കൊണ്ട് അകത്ത് പോയി. അപ്പോൾ അവിടെ വേറെ കുറച്ച് പിള്ളേരൊക്കെയാണ്, പുതിയ പിള്ളേരൊക്കെയാണ്. പിന്നെ ഞങ്ങളവിടെ അകത്ത് കയറി ഹാളിലൊക്കെ പോയി പഴയ സ്ഥലങ്ങളും ഞങ്ങളുടെ കുറച്ച് അധോലോകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി. അതൊന്നും ഇപ്പോൾ അവിടെ ഇല്ല കേട്ടോ. അവിടെ പോയി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പഴയ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ചൊക്കെ ഇപ്പോൾ ഇറങ്ങി. ഞങ്ങൾ അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു. പഴയ വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയുണ്ട്? പഴയ വീട് ഒരുപാട് മാറി. കുറേ പഴയ ഓർമ്മകളും. അനിരുദ്ധിനെ കണ്ടു ഞങ്ങള്. ഫോട്ടോ ഞങ്ങള് ഇതില് വീഡിയോയുടെ അകത്ത് കാണിക്കാട്ടോ. അനിരുദ്ധ് മാത്രം ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവര് താമസിക്കുന്ന സ്ഥലത്ത് പോയത്. 25 ഗാർഡൻ 2019-2020 താമസിച്ച സ്ഥലം. ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അവിടെ ചെന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മളെത്തി കേട്ടോ. ഇവിടെയാണ് ഇവര് വൈകുന്നേരങ്ങൾ, അതായത് പണ്ട് നമ്മുടെ സ്കൂൾ ഷിപ്പ് കണ്ടിട്ടുണ്ടല്ലോ. അത് പക്ഷെ ക്രൂസ് അല്ല, ഇവിടെ എപ്പോഴും ക്രൂസ് അല്ല. അത് ക്രൂസ് അല്ല, വേറെന്താ ഷിപ്പ്. ആവിന് ജാക്കറ്റ് ഓടണം. പിടിച്ചിട്ട് ജാക്കറ്റ് ഇട്ടെ. ആവിലെ കൈയൊക്കെ മൂടി ഞങ്ങൾ ഇറക്കിയേക്ക. അവള് ജാക്കറ്റ് ഇടുന്നു. വാ ആബി വാ. അവര് മിക്കവാറും വഴി കണ്ടുപിടിച്ചെന്താവലായിരിക്കും അല്ലേ? അവരെവിടെയും പെട്ടുപോയി കാണും, അതായിരിക്കും. വണ്ടിയുടെ കോലം നോക്കി, വണ്ടിയിൽ ചെളി അടിച്ചു കയറി. എന്റെ ക്ലിപ്പ് അവിടെ ചാടിപ്പോയി ഗൈസ്. സാരമില്ല ഗൈസ്, എനിക്ക് ആ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അത് ഓർമ്മ അടിച്ചു തിരിച്ചതിക്കണ പോണേ, നിലത്തുനിന്ന് പറക്കാൻ പോനാ. കിട്ടി. ഞങ്ങളിത് ഇവിടെ സിഡ്നിയില് ബോർഡ് വാക്കിൽ കേട്ടോ. ഞങ്ങൾ ഒരിടയ്ക്ക് ഇവിടെ സ്ഥിരം വൈകുന്നേരം വന്നിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിവിടെ നടക്കാൻ വരുമായിരുന്നു. സമ്മറിലാണ് കൂടുതൽ, വിൻ്ററിൽ വരവ് കുറവായിരുന്നു. ഇതുണ്ടേ, ഈ ബോർഡ് വാക്ക് അങ്ങ് അറ്റം വരെ ഉണ്ട്. അതിൻ്റെ കുറച്ചങ്ങ് നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു റൗണ്ട് പോലെ ഉണ്ട്. അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ആബി വന്നു നോക്കി. ആബിയ മുമ്പിൽ ഓടണല്ലേ? അല്ല, ഇവിടെ ടെന്നുണ്ടെന്ന് ആവിക്ക് പ്രശ്നമല്ല, ആവി ഓടുക. ഇത് ശനമാമനെ കൈ പിടിച്ചെടുക്കപ്പോ ആബിയാ വഴി കാട്ടി. എല്ലാരും പൊക്കോ ആബിയുടെ ബാക്കില്. ശരിക്കും പറഞ്ഞാൽ ആബി കേട്ടോ ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നത്. അവള് അപ്പാർട്ട്മെൻ്റ് അകത്ത് ഒരു കൂട്ടിലടച്ച കിളീനെ പോലെയല്ലേ നിൽക്കണേ. അവൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തോ സ്വർഗം കിട്ടിയ പോലെയായിരുന്നു. അവളിത് കൂടെ ഒക്കെ ഓടിപ്പാഞ്ഞ് നടന്ന് നന്നായിട്ട് കളിച്ചിരിച്ച് നടക്കുന്നുണ്ടായിരുന്നു.
ആബി ഓടി തകർക്കണം ഇവിടെ. ഇവിടെ സിഡ്നിയുടെ ഒരു സിഡ്നിന്ന് പറഞ്ഞിട്ട് പുതിയ സംഭവം വെച്ചിട്ടുണ്ടോ? ലൈറ്റ് എത്തോ? രാത്രി ചിലപ്പോ തിളങ്ങുമായിരിക്കും. ആ ആബി ബാ. ഫോട്ടോ എടുത്തോ? സൂക്ഷിക്കണം കേട്ടോ, ഇച്ചിരി ഉള്ളു. ചിലപ്പോ തലയിട്ടിരിക്കും, പിന്നെ എടുക്കാൻ പറ്റൂല. കൂടെ പോക്കോ. ആവികര് പേടിച്ചോടുക. ആവികയില് പട്ടീനെ കിടപ്പോ പട്ടീനെ പിടിക്കാൻ ഓടുക കേട്ടോ. പട്ടിക്ക് അവളെക്കായി പേടിയ, പട്ടി അവളെ തിരിച്ചോടുക. ആവി വാ. അതെ അമ്മ അമ്മ ഇങ്ങോട്ട് വാ, പട്ടി പോയി. ബാ ബാ. ചൻ 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 ചൻ. ഏ ഞങ്ങൾ നിന്നോടത്തുനിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഫിഡലിനെ അങ്ങോട്ട് വന്നു കേട്ടോ. ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി, ആവി ഇറങ്ങിയ പടി ഓടി. ആ ഓ, ഇനി തറേനെ കുറിച്ച് പഠനം നടത്തിയിട്ടേ വരുള്ളായിരിക്കും ആബി. അമ്മയും മോളും കൂടെ തമ്മിലുള്ള അംഗമാണ് ഇവിടെ നടക്കുന്നത്. ആബിയാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് ഓടും. ആവികേന്റെ പുറകെ നടന്നായിരുന്നു. തന്നെ നടക്കാനുള്ള കെൽപ്പില്ല, എന്നിട്ട് തന്നെ നടക്കുകയും വേണം. അതെങ്ങനെ? അപ്പൻ്റെ അല്ലേ മകള്, അപ്പൻ്റെ തെക്കോട്ട് വടക്കോട്ട് പോവും. ഓഹോ, എന്ത് പറഞ്ഞാലും വളർത്തു ദോഷം ലാസ്റ്റ്. ഈ കാണുന്ന കേട്ടോ ഫിഡില്. ഇതാണ് കേട്ടോ ഫിഡില്. എവിടെയുള്ള ഇപ്പൊ കായലിൽ പോയത്. 2005 ഈ ബിഗ് ഫിഡലിൻ്റെ പണി കഴിപ്പിച്ചു കേട്ടോ. ഇവിടുത്തെ ആളുകളുടെ ഫോക്ക് മ്യൂസിക്കിൻ്റെയും പിന്നെ അവരുടെ മ്യൂസിക്കിനോടുള്ള അഭിരുചിനെയൊക്കെ കണ്ടിട്ടാണ്, അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഫിഡിൽ സ്ഥാപിച്ചിരിക്കണം. സിഡ്നിയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് തന്നെ പറയാം കേട്ടോ ഈ ബിഗ് ഫിഡിൽ. എല്ലാ വർഷവും സമ്മറാകുമ്പോൾ ഇവിടെ ഒരുപാട് ക്രൂസ് ഷിപ്പുകൾ വരും ടൂറിസ്റ്റുകളെയും കൊണ്ട്. ആൾക്കാർ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് നമ്മുടെ കേപ്പ് ബ്രിട്ടൻ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞങ്ങളിവിടെ ഗ്രിൽ ഹട്ടിൽ വന്നാണ് കേട്ടോ. ഞങ്ങൾ സിഡ്നിയിൽ ഗ്രിൽ ഹട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നാ. ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് നോക്കിയത്. പക്ഷേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാർ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് പോകാൻ പറ്റില്ല. അപ്പോൾ ഗ്രിൽ ഹട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഷവർമ ബൗളും ഞാൻ ഷവർമ ബൗളും പറഞ്ഞു, പിന്നെ ഒരു ജമൈക്കൻ ജെർക്കി ചിക്കൻ ബൗളും പറഞ്ഞു, പിന്നെ 2 സമൂസയും ഒരു സ്മൂത്തി കഴിച്ചൊക്കെ. പോകുമ്പോൾ 2 ഷവർമ റോളും കൂടെ മേടിച്ചിട്ട് പോവാം. രാത്രി പോണ വഴിക്ക് കഴിക്കാൻ. മൊത്തം എത്ര? $57 ഉണ്ടായി. അല്ല ഷവർമ പറഞ്ഞോ? റോളും പറഞ്ഞു. ഷവർമ പറഞ്ഞില്ല, മറ്റേ നമ്മൾ മേടിച്ചു. ഞാൻ എടുത്തേക്കണ ഷവർമീറ്റോ ബോൾ കേട്ടോ. അത് കഴിക്കണ ജമൈക്കൻ. എങ്ങനെയുണ്ട് ജമൈക്കൻ? പുളിയാ. ആ, ഇത് വലിയ തിരക്കേടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിന് പുളിയാ. അത് പെട്ടെന്ന് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴാണ് കേട്ടോ കഴിക്കാൻ കയറിയത് ഗ്രിൽ ഹൗട്ട്. എനിക്ക് വലിയ ഫുഡ് 50-50, അങ്ങനെ വലിയ തരത്തിലുള്ള ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്ക് ഒരു 50-50 പറയാൻ ഒരു ആവറേജ് ഫുഡേ ഉള്ളൂ. ഷാനോൺ സ്കൂൾ ഓഫ് ബിസിനസ്. നിങ്ങളിവിടെ ആയിരുന്നോ? ഇത് ഇവരൊക്കെ ഷാനിൽ ഈ ചായൻ ഇവരൊക്കെ പഠിച്ച കോളേജാണ് കേട്ടോ ഇത്. ഇത് ഒരുപാടുണ്ടല്ലേ യൂണിവേഴ്സിറ്റി അല്ലേ? ഇത് വലുതാണല്ലോ ഇത്.
അവിടെ എൻട്രൻസ്. ഞാൻ വീഡിയോ കോള് ആ സമയത്ത് ഞങ്ങൾ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ കുറച്ചൊക്കെ എനിക്കറിയാം, കുറച്ചൊക്കെ ചില ഭാഗത്തൊക്കെ അല്ലേ എവിടെയൊക്കെ ഇവിടെ എവിടേക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ. ഇതൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതേ ഇതിനകത്ത് ടിമ്മൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിനകത്ത് ടിമ്മുണ്ട്, ടിം ഹോട്ടൽസിൻ്റെ അകത്ത്. ക്യാമ്പസ് സെന്റർ, ഇത് ക്യാമ്പസ് സെന്റർ ആണിത്. ഞാൻ ആദ്യം പറഞ്ഞ ഡോം ആ ഒരു കൂടാരം പോലെ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാട്ടോ. കൂടുതലും വിന്റർ സമയത്ത് അതിന്റെ അകത്ത് ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം. അതിന്റെ അകത്ത് അല്ലേ ഇൻഡോർ സ്റ്റേഡിയം പോലെ അതിന്റെ അകത്ത് ചൂടുണ്ടാവും. അത് കൊള്ളാം. ഇതവിടെ എന്തൊക്കെയോ ബിൽഡിംഗ് ഇതവിടെ പണിത് വരുന്നുണ്ട്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതെ ഇവിടൊക്കെ ഇവിടെ അല്ലേ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിള്ളേര് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓ ഇതിന്റെ അകത്ത് മെയിൻ എൻട്രൻസ് ആണ് നേരെ കാണുന്നത്. മെയിൻ എൻട്രൻസ് കോളേജിന്റെ സ്റ്റുഡൻസ് യൂണിയൻ ക്യാമ്പസ്. ഇത് ഒരുപാട് പഴക്കമുള്ള ബിൽഡിംഗ് ആണല്ലോ അല്ലേ? ഇഷ്ടികക്കല്ലോ പോലത്തെ ചുമന്ന കല്ലല്ല, പക്ഷെ ചെല്ലുന്നത് ക്ലാസ് കഴിഞ്ഞ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. പയ്യൻ മലയാളിയാന്ന് തോന്നുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാന്ന് തോന്നുന്നു. ഇവിടെ ബ്രിട്ടീഷുകാരില്ലല്ലോ. ഉണ്ടായിരുന്നോ? ഇതാണ് ക്യാമ്പസിന്റെ അകത്ത്. ബസ് വന്നിട്ടുണ്ട്. ഇതാണല്ലോ അപ്പോ ബസ് വെയിറ്റ് ചെയ്യുന്ന സ്ഥലം അല്ലേ? അതെ ബസ് സ്റ്റോപ്പ്. കേപ്രിട്ടൻ. ഇതാണ് CBU. ഞങ്ങളിത് ഇവിടെ ഫോർട്ട് എക്സ്പെറി കാൻസു പാലത്തിൻ്റെ അവിടെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയതാ. എനിക്ക് ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നപ്പോൾ അത് ഈ ട്രെയിലറിൻ്റെ അകത്ത് വീട് കൊണ്ടുപോകണുണ്ടോ പണിതിട്ട്. ഒരു ഫുള്ള് വീട് പണിതിട്ട് അങ്ങനെയാണ് ഈ ട്രെയിലറിനകത്ത് കയറ്റി വെച്ചേക്കാണ്. അതിൻ്റെ എസ്കോർട്ട് വണ്ടി അത്. ഷണിലും അച്ഛനെ വിളിക്കണ്ടല്ലോ. നിങ്ങളെന്താ അവിടെ നിന്ന് പോകുന്നത്? ആ നമ്മൾ അധികം നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ നേരം ഇരുട്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല പ്രധാനമായിട്ട് നമുക്ക് 300 കിലോമീറ്റർ നമുക്ക് ഓടിച്ചെത്താനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്രയും ഇതിൻ്റെ വിശേഷങ്ങളും ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയായാലും ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ പുതിയൊരു സ്ഥലവും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലും കാണാം. മറക്കണ്ട, മോൻ കപ്പിൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.